ഹായ്, വെൽക്കം ടു പ്രബ്സ്കെ. HST എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ടെൻഷൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് ഞാൻ നന്നായി പഠിച്ചു, പക്ഷേ ഞാൻ ആ എക്സാം ഹാളിൽ എനിക്ക് വേണ്ട രീതിയിൽ ഞാൻ പഠിച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഏത് വീഡിയോ എടുക്കുമ്പോഴും ആ വീഡിയോയ്ക്ക് താഴെ ഏറ്റവും കൂടുതൽ വരുന്ന കമൻ്റാണ് എക്സാം ഉള്ളി ബാച്ച് സ്റ്റാർട്ട് ചെയ്യാറായോ എന്നാണ് എക്സാം ഉള്ളി ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇതിനു മുമ്പ് LP-UP എക്സാം ആണെങ്കിലും അല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായ LP-UP എക്സാം സമയത്തെല്ലാം ധാരാളം ഈ പറഞ്ഞ പോലെ എക്സാം ഉള്ളി ബാച്ചുകൾ ഉണ്ടായിരുന്നു. ആ എക്സാം ഉള്ളി ബാച്ചിൽ ധാരാളം പേര് പങ്കെടുത്തവരുണ്ട്, അതിൽ ഏറ്റവും നല്ല റിസൾട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാം ഉള്ളി ബാച്ചിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. നിങ്ങൾ ചിലപ്പോൾ കാലങ്ങളായി സ്വയം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാവും, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിൽ പഠിക്കുന്ന ആൾക്കാരാവാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിരുന്ന് പഠിക്കുന്ന ആൾക്കാരാവാം, അല്ലെങ്കിൽ കമ്പൈൻ സ്റ്റഡി നടത്തുന്ന ആൾക്കാരാവാം. നിങ്ങൾക്കുള്ള ഒരു വീഡിയോ ആണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ എക്സാം ഓൺലി ബാച്ച്. അപ്പോൾ വീര എക്സാം ഓൺലി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, മാത്തമാറ്റിക്സ്, മലയാളം, ഇംഗ്ലീഷ്, ഈ 5 വിഷയങ്ങൾക്കാണ് നമ്മളിപ്പോൾ എക്സാം ഓൺലി ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോഷ്യൽ സയൻസിന് നിലവിൽ നമ്മൾ എക്സാം ഓൺലി ബാച്ച് ആരംഭിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാം, സോഷ്യൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പോൾ അതിൽ നമ്മൾ ഇപ്പോൾ എക്സാം ഓൺലി ബാച്ച് സോഷ്യൽ സയൻസിനില്ല. എന്നാൽ നമ്മുടെ അഗ്നി വജ്ര ബാച്ചുകൾ, വജ്ര ബാച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മുടെ ഈ വെക്കേഷൻ സമയം പൂർണ്ണമായിട്ടും നമുക്ക് ഉപയോഗപ്രദമാക്കാൻ പറ്റുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിട്ടുള്ള ബാച്ചാണ് വജ്ര ബാച്ച്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സും അതുപോലെ എക്സാമും രണ്ടും കൂടി വേണമെങ്കിൽ വജ്ര ബാച്ചാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിലവിൽ ഈ 5 സബ്ജക്റ്റുകൾക്കാണ് നമ്മൾ എക്സാം ഓൺലി ബാച്ച് ആരംഭിക്കുന്നത്. ഈ ബാച്ചിൻ്റെ സവിശേഷതകൾ അല്ലെങ്കിൽ ഈ ബാച്ചിൻ്റെ എന്തെല്ലാമാണ് ഈ ബാച്ചിലുള്ളത് എന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ നമ്മൾ ഈ ബാച്ചിന് വേണ്ടിയിട്ട് നൽകും. എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ 20-ാം തീയതിയാണ് നമ്മൾ ഈ ബാച്ച് ആരംഭിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, 20-ാം തീയതി നിങ്ങളിപ്പോൾ ഫിസിക്കൽ സയൻസിൻ്റെ HST വീര ബാച്ചിൽ ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. 20-ാം തീയതി നിങ്ങൾ ഏതെല്ലാം ഭാഗമാണ് പഠിക്കേണ്ടത്, ഏതെല്ലാം ടോപ്പിക്കാണ് പഠിക്കേണ്ടത് എന്ന് മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. 21-ാം തീയതിയും 22-ാം തീയതിയും ഇതുപോലെ തന്നെ നിങ്ങൾ ഏതേത് ഭാഗമാണ് പഠിക്കേണ്ടത് എന്ന് നിങ്ങളോട് മുൻകൂട്ടി പറയും. അപ്പോൾ നിങ്ങൾക്കൊരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. ആ സ്റ്റഡി പ്ലാനിൽ നൽകുന്ന അല്ലെങ്കിൽ ആ സ്റ്റഡി പ്ലാനിൽ പറയുന്ന ഭാഗങ്ങളായിരിക്കും നിങ്ങൾ ഓരോ ദിവസവും പഠിക്കേണ്ടത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതികൾ അവലംബിക്കാം. നിങ്ങൾ സ്വയം പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ റാങ്ക് ഫയലുകൾ ഉണ്ടായിരിക്കും, നിങ്ങളുടെ കയ്യിൽ മറ്റു കാര്യങ്ങൾ ഉണ്ടായിരിക്കും, നിങ്ങളുടെ കയ്യിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ഒരുപാട് സോഴ്സുകളുണ്ട്. നിങ്ങൾ ആ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ആ ഒരു ടോപ്പിക് ആയിരിക്കും അന്നേ ദിവസം നമ്മൾ എക്സാം നടത്തുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ ആയിരിക്കും. ഈ ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാനിൻ്റെ ബേസിലായിരിക്കും ഡെയിലി എക്സാമുകൾ നടക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ പോലെ ഓരോ ദിവസവും നിങ്ങൾ ഓരോ ടോപ്പിക്ക് അല്ലെങ്കിൽ 2-3 ടോപ്പിക്കുകളായിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ നൽകുന്നത്. ആ ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ ഭാഗത്തിൻ്റെ എക്സാം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്നു. അതിനുശേഷം വീക്ക്ലി റിവിഷൻ എക്സാമുകൾ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ തിങ്കൾ മുതൽ ശനി വരെ നിങ്ങൾക്ക് ടോപ്പിക് എക്സാമുകൾ തന്നു എന്ന് വിചാരിക്കുക. ഞായറാഴ്ച ഈ 6 ദിവസം നൽകിയ ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചു, നിങ്ങളതിൻ്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്തു, നിങ്ങൾക്ക് ഏത് ഭാഗമാണ് മിസ്സായത്, എവിടെയാണ് നിങ്ങൾക്ക് കൂടുതൽ നേടാനായത്, ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിലുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ 7-ാമത്തെ ദിവസം ആ ഒരാഴ്ച നമ്മൾ കവർ ചെയ്ത ഭാഗങ്ങൾ, ആ ടോപ്പിക്കുകളെല്ലാം നമ്മളൊന്ന് റിവൈൻഡ് ചെയ്യാണ്, റിവിഷൻ ചെയ്യുകയാണ്. ആ ഭാഗത്തു നിന്ന് എല്ലാ ടോപ്പിക്കുകളിൽ നിന്നുകൂടി മിക്സ് ആയിട്ടുള്ള ഒരു എക്സാമാണ് ഈ റിവിഷൻ എക്സാം. അപ്പോൾ ആ ഭാഗങ്ങൾ നമ്മൾ ഈ 7-ാമത്തെ ദിവസം പറയുന്നതോടെ പഠിക്കുന്നത് കൂടെ അതിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഭാഗം കൃത്യമായിട്ട് ഓർമ്മയിൽ നിൽക്കും. അതിനാണ് റിവിഷൻ എക്സാമുകൾ. 20 ഫുൾ ലെങ്ത് മോഡൽ എക്സാമുകൾ ഉണ്ടായിരിക്കും. 20 ഏറ്റവും കുറഞ്ഞതാണ് പറയുന്നത്. 20 മോഡൽ എക്സാമുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കും. അപ്പോൾ 20 മോഡൽ എക്സാമുകളും കൂടി അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എത്ര മാർക്ക്, അല്ലെങ്കിൽ ഞാൻ ഏത് ഭാഗമാണ് വീക്ക്, ഞാൻ ഏത് ഭാഗത്താണ് സ്ട്രോങ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ സ്വയം വിലയിരുത്താൻ സാധിക്കും. എല്ലാ പ്രീവിയസ് ഇയർ എക്സാം, അതായത് HSTയുമായി ബന്ധപ്പെട്ട HSTയുടെ ആ കൺസേൺ സബ്ജക്റ്റിൽ വന്ന പ്രീവിയസ് ഇയർ എക്സാമുകളുണ്ട്. ആ എക്സാമുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഓരോ എക്സാം കഴിഞ്ഞാലും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ്, നിങ്ങളുടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഫിസിക്കൽ സയൻസിൻ്റെ വീര ബാച്ച്, അതിൽ 100 ഉദ്യോഗാർത്ഥികളോടൊപ്പമാണ് അല്ലെങ്കിൽ 100 ഉദ്യോഗാർത്ഥികളാണ് ആ ബാച്ചിലുള്ളതെന്ന് വിചാരിക്കുന്നു.
ആ 100 ഉദ്യോഗാർത്ഥികൾ ഈ ടോപ്പിക് എക്സാം എഴുതുന്നു. അപ്പോൾ ഈ 100 ഉദ്യോഗാർത്ഥികൾ എഴുതുമ്പോൾ ഇവർക്ക് കിട്ടുന്ന മാർക്ക് വ്യത്യസ്തമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ റാങ്ക് എവിടെയാണെന്ന് നിങ്ങൾക്ക് സ്വയം വിലയിരുത്താനും, റാങ്ക് പിന്നോട്ടാണെങ്കിൽ നമുക്ക് കൂടുതൽ വാശിയോടെ കൂടുതൽ ശക്തിയോടെ പഠിച്ച് മുന്നോട്ടെത്താനും, മുന്നിൽ തന്നെയാണെങ്കിൽ അത് നിലനിർത്താനും നിങ്ങൾക്കൊരു പ്രചോദനമാവാനാണ് ഈ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന സംവിധാനം എന്നുള്ളത് ആലോചിക്കുക. ഡീറ്റെയിൽഡ് അനാലിസിസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു, എത്ര സമയമെടുത്തു, അതിൽ എത്ര ശതമാനം നിങ്ങൾ കറക്റ്റ് ചെയ്തു, നിങ്ങൾക്ക് എത്ര നെഗറ്റീവ് വന്നു തുടങ്ങിയ കാര്യങ്ങൾ അനലൈസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരിക്കും. ഇതെല്ലാമാണ് നമ്മുടെ ബാച്ചിൽ നിന്ന് കിട്ടുന്ന പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ. പൂർണ്ണമായും ആപ്പിലൂടെ ഓൺലൈനായിട്ട് നമ്മുടെ ആപ്പിലൂടെ ആയിരിക്കും നിങ്ങൾ ഈ എക്സാമുകളെല്ലാം എഴുതുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഈ ബാച്ച് നമ്മൾ മാർച്ച് 20-നാണ് ആരംഭിക്കുന്നത്. ഏകദേശം 120 ദിവസം നമ്മുടെ മുന്നിൽ, എന്തായാലും 120 ദിവസം 130 ദിവസം നമുക്ക് ഇതിന് കിട്ടുമെന്നാണ് കണക്ക് കൂട്ടേണ്ടത്. നമുക്കറിയാം ഓഗസ്റ്റ് സെപ്റ്റംബർ ആയിട്ടാണ് എക്സാം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ, അപ്പോൾ ജൂലൈ വരെ നോക്കുമ്പോൾ നമുക്ക് 120 ദിവസവും പിന്നെ മാർച്ചിൽ 10 ദിവസം, ഓഗസ്റ്റ് ആദ്യം തന്നെ എക്സാം ആവും എന്നുള്ള കണക്കിൽ നമ്മൾ പോയി കഴിഞ്ഞാലും ചുരുങ്ങിയത് 130ഓളം ദിവസം നമുക്ക് കിട്ടും. അപ്പോൾ ഏറ്റവും മിനിമം, ഏറ്റവും ചുരുങ്ങിയത് 120 ടോപ്പിക് വൈസ് എക്സാമുകൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. വീക്ക്ലി റിവിഷൻ എക്സാമുകൾ ഓരോ ആഴ്ചയും നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഏറ്റവും കുറഞ്ഞത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു 20 മോഡൽ എക്സാമുകൾ നമ്മൾ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ ഇതിനു മുമ്പുണ്ടായ എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഈ ബാച്ചിൻ്റെ സവിശേഷത, അല്ലെങ്കിൽ ഈ ബാച്ചിൽ നമ്മൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഇനി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഡീറ്റെയിൽഡ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുകയാണ്, നിങ്ങൾ ഒരു ടോപ്പിക് വൈസ് എക്സാമോ അല്ലെങ്കിൽ ഒരു മോഡൽ എക്സാം എടുത്തോ. ഒരു മോഡൽ എക്സാം നിങ്ങൾ എഴുതി. നിങ്ങൾ മോഡൽ എക്സാം എഴുതിയതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ എൻഡ് ബട്ടൺ അമർത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഡീറ്റെയിൽഡ് അനാലിസിസ് വ്യൂ അതിൽ കാണാൻ സാധിക്കും. അതിൽ കാണിക്കുന്നു നിങ്ങളുടെ സ്കോർ 55.42 ആണ് നിങ്ങളുടെ ഈ പറയുന്ന ഫൈനൽ സ്കോർ. അതിൽ നിങ്ങളുടെ അക്യുറസി എന്ന് പറയുന്നത് ഇത്ര ശതമാനമാണ്. ഇത്ര ശതമാനമാണ് നിങ്ങൾ നേടിയ മാർക്കുകൾ. അതുപോലെ നിങ്ങൾ നോക്കിയേ, നിങ്ങൾ ഇതിൽ 55 മാർക്ക് നേടി എന്ന് നമ്മൾ പറഞ്ഞു. നിങ്ങൾ 64 ചോദ്യങ്ങൾ നിങ്ങൾ ശരിയായിട്ട് ഉത്തരം എഴുതി. 26 നിങ്ങളുടെ മൈനസ് വന്നു. മീൻസ് 26 ചോദ്യങ്ങൾ നിങ്ങൾ തെറ്റായിട്ടാണ് മാർക്ക് ചെയ്തത്. അങ്ങനെ തെറ്റായി മാർക്ക് ചെയ്തത് കൊണ്ട് നമുക്കറിയാം മൈനസ് മാർക്ക് ഉണ്ട്. ആ മൈനസ് മാർക്ക് ഇത്ര വന്നു. അപ്പോൾ 64 നിങ്ങൾ ശരിയാക്കി എങ്കിലും നിങ്ങൾക്ക് 8.58 മൈനസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ മാർക്ക് ഈ ഒരു രീതിയിലേക്ക് ചുരുങ്ങിയില്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം എനിക്ക് എത്രത്തോളം മൈനസ് വന്നു. ഞാൻ 26 ചോദ്യങ്ങൾ തെറ്റിച്ചു. ഇനി എനിക്ക് ആ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ മറികടക്കാം? ഓരോ എക്സാം എഴുതുന്തോറും നമ്മുടെ മുന്നിൽ ഈ പറയുന്ന കാര്യം കൂടുതൽ കൃത്യമായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങൾ വരുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം, എഴുതണോ എഴുതണ്ടേ, കറക്കി കുത്തണോ, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. അതിൽ നിന്നെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു കൃത്യമായ സൊല്യൂഷൻ കിട്ടുകയാണ്. അതുപോലെ ടൈം അനാലിസിസ് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ആകെ എത്ര സമയം എടുത്തിട്ടാണ് ഈ എക്സാം എഴുതിയത്, അതിൽ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് എത്ര ശതമാനം നിങ്ങൾ ആ സമയം കൊണ്ട് എഴുതി, ഇൻകറക്റ്റ് ആൻസേഴ്സിന് എത്ര സമയം നിങ്ങൾ ചെലവഴിച്ചു, എത്ര പെർസെൻറ്റേജ് നിങ്ങൾ സ്കിപ്പ് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ടൈം അനാലിസിസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു സ്കോർ അനാലിസിസിനെ നമുക്ക് കറക്റ്റ്, ഇൻകറക്റ്റ്, സ്കിപ്പ്ഡ് എന്ന് പറഞ്ഞിട്ട് ഈ രീതിയിലും നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞത് തന്നെയാണ് സംഭവം. ഇനി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടൈം അനാലിസിസ്. ഇനി അടുത്തതായിട്ട് ഇവിടെ നിങ്ങളുടെ അക്യുറസിയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ താരതമ്യം ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് ഇത്ര മാർക്ക് ഉണ്ട്, നിങ്ങൾക്ക് 71.11% അക്യുറസിയാണ് നിങ്ങൾക്കുള്ളത്. എന്നാൽ ഈ ഒരു എക്സാം ഒരു ടോപ്പായിട്ട് എഴുതിയ ആളുടെ അക്യുറസി എന്ന് പറയുന്നത് 84 ആണ്. ആവറേജ് ആളുടെ അക്യുറസി എന്ന് പറയുന്നത് 61 ആണ്. അപ്പം നമ്മളുടെ സ്ഥാനം എവിടെയാണ്, നമ്മൾ എത്രത്തോളം അക്യുറസി ഇതിൽ പുലർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ഈ ആപ്പിൽ തന്നെ എന്ത് കാണാൻ സാധിക്കും, ഈ ആപ്പിൽ തന്നെ നമുക്കത് സിസ്റ്റമാറ്റിക് ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ
ഞാൻ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഞാൻ എത്രത്തോളം അക്യുറേറ്റ് ആയിട്ടാണ് ഞാൻ എഴുതുന്നത്, എനിക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട്, എത്ര നെഗറ്റീവ് ആൻസറുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ ഓരോ എക്സാമിലും കാണാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ നേരത്തെ ഡീറ്റെയിൽഡ് അനാലിസിസ് എന്ന് പറഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞു ഈ എക്സാമിന് ശേഷം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒരു ബാച്ച്, ആ ബാച്ചിൽ 100 200 കുട്ടികളാണ് ഉള്ളതെന്ന് വിചാരിക്കുക. നിങ്ങളൊരു എക്സാം എഴുതി, ആ എക്സാമിൽ നിങ്ങൾ നോക്കിയേ, ഇവിടെ 1ാം റാങ്കിലെ ആള് പേരെന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ABC വാട്ടെവർ, അതിൽ ഇത്ര ആൻസറുകൾ കിട്ടി. അതിൽ തന്നെ സ്കോർ എത്രയാണ്, അക്യുറസി എത്രയാണ്, കറക്റ്റ് എത്ര, റോങ് എത്ര, സ്കിപ്ഡ് എത്ര. അപ്പം നിങ്ങൾക്ക് എത്രാം റാങ്കാണ്, നിങ്ങളുടെ മാർക്ക് എത്രയാണ്, എനിക്ക് 4ാം റാങ്കാണോ 6ാം റാങ്കാണോ 20ാം റാങ്കാണോ 273ാം റാങ്കാണോ എത്രയാണോ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. അപ്പം നിങ്ങൾ ആലോചിച്ചേ, നിങ്ങൾ ആദ്യത്തെ എക്സാം എഴുതുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ റാങ്ക് 269 എന്നാൽ ഒരു 4 എക്സാം കഴിഞ്ഞു, നിങ്ങൾ നന്നായിട്ട് പഠിച്ചു, എല്ലാ ഭാഗവും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു, നിങ്ങൾ കറക്റ്റ് ആൻസർ മാത്രമേ എഴുതിയുള്ളൂ, നിങ്ങൾ നെഗറ്റീവ് പരമാവധി കുറച്ചു, നിങ്ങളുടെ റാങ്ക് അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കും ചിലപ്പോൾ വരുന്നത് ഈ 269 നിന്ന് 100ലേക്കായിരിക്കും. പിന്നത്തെ ഒരു 2 എക്സാമും കൂടി കഴിയുമ്പോൾ നിങ്ങളുടെ റാങ്ക് വരുന്നത് ഈ 10ലേക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓരോ എക്സാം കഴിയും തോറും സ്വയം വിലയിരുത്താനും മുന്നേറാനും കൂടിയാണ് ഈ പറഞ്ഞ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം എന്ന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ നമ്മുടെ വീര എക്സാം ഓൺലി ബാച്ച് 20/3/2025 ആരംഭിക്കുകയാണ്. ഇതൊരു എക്സാം ഓൺലി ബാച്ചാണ്, ക്ലാസ് അല്ല, എക്സാമുകൾക്ക് വേണ്ടി മാത്രം. ഇതിൽ നിങ്ങളുടെ പാർട്ട് എ എന്ന് പറയുന്ന ഭാഗത്തു നിന്നും എക്സാമുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മളുടെ സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞാൽ ഓരോ ബാച്ചിലും ആദ്യം ജോയിൻ ചെയ്യുന്ന 100 പേർക്ക് 999 രൂപയ്ക്കാണ് ഈ ഒരു ബാച്ച് നമ്മൾ നൽകുന്നത്. ഓരോ ബാച്ചിലും നമ്മൾ നേരത്തെ പറഞ്ഞു 5 സബ്ജക്റ്റുകൾക്കുണ്ട്. ഓരോ ബാച്ചിലും ആദ്യം ജോയിൻ ചെയ്യുന്ന 100 പേർക്ക് മാത്രമാണ് ഈ പ്രൈസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബാച്ച് കൊടുക്കുന്നത്. വളരെ കുറഞ്ഞ പ്രൈസാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളൊരു റാങ്ക് ഫയൽ വാങ്ങുന്ന പണം പോലും ആകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര എക്സാം എഴുതാം, എത്ര മോഡൽ എക്സാം എഴുതാം, എത്ര പ്രീവിയസ് എഴുതാം, ടോപ്പിക് വൈസ് എക്സാമുകളുണ്ട്, റിവിഷൻ എക്സാമുകളുണ്ട്, ഇതെല്ലാം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ച് 999 രൂപയാണ്. നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഈ എക്സാമുകളിലൂടെ നിങ്ങളുടെ റാങ്ക് വർദ്ധിപ്പിച്ച് ഏറ്റവും മുൻനിരയിലെത്താൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലൊന്ന് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.